ഞാനും ഒരു വലിയ കണ്ടന്റ് ക്രിയേറ്റർ ഒന്നുമില്ല, അതുകൊണ്ട് എൻ്റെ വോയിസ് ഏത് എത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റിൽ ഐ ഓ ടു സേ ദിസ്. ഓൾമോസ്റ്റ് 20+ സ്റ്റുഡൻറ്റ് നീറ്റിൻ്റെ പേപ്പർ ലീക്കായി തുറന്ന് സൂയിസൈഡ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഓൾ ഓവർ. അത് കാരണം ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രൊട്ടസ്റ്റ് നമ്മളെല്ലാം കാണുന്നുണ്ട്. ആസ് ഓഫ് നൗ എല്ലാവരും പ്രൊട്ടസ്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷേ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മെൻ്റൽ ഹെൽത്ത്. കാരണം ഞാനും പേഴ്സണലി നീറ്റ് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻ്റാണ്, എനിക്കറിയാം ഒരു പ്രഷറൊക്കെ. പക്ഷേ ഞാൻ പറയുന്ന നീറ്റ് പ്രിപ്പയർ ചെയ്യുക ഡോക്ടർ ആവാൻ വേണ്ടി നിൽക്കുന്ന പിള്ളേരല്ല. അത് വീട്ടുകാരെ പ്രഷർ കാരണം നീറ്റ് എക്സാം എഴുതി അങ്ങനെ മെൻ്റൽ സഫറിങ് കാരണം ഇതിൽ കുറേ പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അവരെ പറ്റിയാണ്, അവരുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയാണ്. കാരണം ഞാൻ ഒരു വർഷം ഒരു ടൈം നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോയി, എനിക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടുകാരെ പറഞ്ഞ് ഞാൻ വേറെ പാത്തിലോട്ട് പോയി. അതുപോലെ പറയാൻ പറ്റാത്ത കുറച്ച് പിള്ളേരുണ്ട്. ആവശ്യമില്ല. ഞാൻ പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഈസ് എവരിത്തിങ്. ഞാൻ പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സഫർ ചെയ്യും ഒരു പേഴ്സൺ കാരണം, എക്സാം കാരണം. അതിനുവേണ്ടി ഒന്നും മെൻ്റൽ ഹെൽത്ത് കളയേണ്ട ആവശ്യമില്ല നമുക്ക്. മനസ്സിലായി? ഒറ്റ ലൈഫിലാണ് മെൻ്റൽ ഹെൽത്ത് കളഞ്ഞ് ഒരു കാര്യം ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ആർക്കായാലും. അങ്ങനെ ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ വീട്ടുകാരെ കറേജ് എടുത്ത് പറയണം. അവിടെ വേൾഡിൻ്റെ എന്തൊന്നും ആവാൻ പോകുന്നില്ല. ലൈഫിന് മേ ബി ഒരു ന്യൂ സ്റ്റാർട്ടിങ് ആയിരിക്കും. ഈ പ്രഷറുള്ള ലൈഫ് എൻഡ് ചെയ്ത് ആ കറേജ് നിങ്ങൾ എടുക്കണം. ആ കംഫർട്ട് സോണിൽ പുറത്ത് വരണം. സോ ദിസ് ഇസ് ജസ്റ്റ് എ റിമൈൻഡർ വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ്.